ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വരട്ടിയെടുത്തൊരു പാവയ്ക്കയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാവക്കായാണ് എടുത്തിരിക്കുന്നത്. പാവയ്ക്ക വളരെ പച്ച കളറിലുള്ളതാണ്, കയ്പ്പ് കൂടുതലായിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് വെള്ള പാവയ്ക്കയാണ്, അത് കയ്പ്പ് ചിലപ്പോൾ കുറവായിരിക്കും. പക്ഷേ ഹെൽത്ത് വൈസ് എനിക്ക് തോന്നുന്നു ഇതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുക. അപ്പോൾ നമുക്ക് ഇനി കഴുകി നന്നായി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ പാവയ്ക്ക ഇതുപോലെയുള്ള ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. പാവയ്ക്ക വേവിക്കുന്നതിന് വേണ്ടി ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ഹാഫ് സവാള ചേർത്ത് കൊടുക്കാം. 1-2 വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2-3 വെളുത്തുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പൊടികളിലേക്ക് റോ ടേസ്റ്റ് ഒന്ന് പോയി കിട്ടണം. ഇതിലോട്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ നന്നായി വറ്റിച്ചെടുത്ത് ഡ്രൈ പോലെ ആക്കി എടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വരട്ടിയെടുത്ത് നല്ല ടേസ്റ്റുള്ള പാവയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി മുകളിലൂടെ അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റുള്ളൊരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.